ഹലോ മക്കളെ, നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ബോട്ടണി ചാപ്റ്റേഴ്സ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പോകുന്നത്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് എപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി. സാധാരണ കുട്ടി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇങ്ങനെ വായിച്ചിങ്ങനെ വരുമ്പോൾ തുടക്കത്തിലൊക്കെ നന്നായിട്ട് വായിക്കും, പോളിനേഷനും മൈക്രോസ്പോറോജെൻസിസും മെഗാസ്പോറോജെൻസിസും ഒവിയുടെ സ്ട്രക്ചറൊക്കെ പഠിച്ചു വന്നിട്ട് ഏറ്റവും ഫ്രൂട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ട് ടോപ്പിക്ക് കാണുമ്പോൾ ഇത് ജസ്റ്റ് വായിച്ചു വിടും, കൺസെപ്റ്റ് അറിയാതെ. അപ്പോൾ ഇതെന്താണെന്ന് കൃത്യമായി പഠിച്ചാൽ ഇവിടെ നിന്നുള്ള എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ തുടങ്ങാം. എന്താണ് അപ്പോമിക്സിസ്, എന്താണ് പോളിഎംബ്രിയോണി എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നോക്കണേ, എപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് എപ്പോമിക്സിസ്. ആ ടേം എല്ലാവർക്കും കിട്ടി. ഫെർട്ടിലൈസേഷൻ നടക്കാതെ എന്തുണ്ടാവുക? സീഡ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സീഡായി മാറുന്ന സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഒവ്യൂളാണ്. ഒവ്യൂൾ എന്നുള്ള സ്ട്രക്ചറാണ് സീഡായിട്ട് മാറുക. അപ്പോൾ ഞാൻ പറയാൻ പോണേ, ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ചേർന്ന് സൈഗോട്ടായിട്ട് മാറും. ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറും. ഈ സൈഗോട്ട് എംബ്രിയോ ആയി നടക്കുന്നത് ഒവ്യൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒവ്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു സൈഗോട്ട് അല്ലെങ്കിൽ ഒരു എംബ്രിയോ ഫോം ചെയ്യുമ്പോഴാണ് എന്താവുക? ഒവ്യൂൾ സീഡായിട്ട് മാറുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവിടെ സീഡ് ഉണ്ടാവുന്നുണ്ട്, വിച്ച് മീൻസ് ഒവ്യൂൾ സീഡായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അഥവാ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ചേരുന്നില്ല. പക്ഷേ ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് എന്താവാൻ പറ്റുള്ളൂ? അയാൾക്ക് സീഡാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒവ്യൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഏതോ ഒരു സ്ട്രക്ചർ നേരിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. അപ്പോൾ ഒവ്യൂൾ നോക്കുമ്പോൾ ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഫോം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒവ്യൂൾ ചേഞ്ച് ചെയ്ത് സീഡായിട്ട് മാറും. അപ്പോൾ നമുക്ക് പറയാം, എപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. അവിടെ ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് എംബ്രിയോ ഈസ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് എംബ്രിയോ ഉണ്ടാവുന്നത്. ആ എംബ്രിയോ ഉണ്ടാകുമ്പോഴാണ് ഒവ്യൂൾ സീഡായി മാറുന്നത്. അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്നത്. ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് എപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഇനി ജനറലി എന്താണ് സംഭവിക്കുക? ജനറലി മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ചേർന്ന് സൈഗോട്ടായിട്ട് മാറും. ആ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. അപ്പോഴാണ് ഒവ്യൂൾ സീഡായിട്ട് മാറുക. പക്ഷേ ഇവിടെ സൈഗോട്ട് ഉണ്ടാവുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, പക്ഷേ ഒവ്യൂളിൻ്റെ ഉള്ളിൽ എംബ്രിയോ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് നോക്കിക്കേ, ഈ സൈഗോട്ട് ഉണ്ടാവുക, അത് എംബ്രിയോ ആവുക എന്നൊക്കെ പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. കാരണം എന്താ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഇതൊരു ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ബട്ട് ഇറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയാം. എടാ, ഫെർട്ടിലൈസേഷൻ നടക്കുക, സൈഗോട്ട് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ അതില്ല. പക്ഷേ എപ്പോമിക്സിസിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിലും അത് എന്തുണ്ടാവുന്നുണ്ട്? എംബ്രിയോ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് എപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷേ എംബ്രിയോ ഉണ്ടാവുന്നതുകൊണ്ട് അതെന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കണം, എപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, പക്ഷേ അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നുണ്ട്. ഇനി ആരാണ് ഈ എപ്പോമിക്സിസ് കാണിക്കുന്ന ആളുകൾ? എപ്പോമിക്സിസ് കാണിക്കുന്നത് ഒന്ന് ആസ്റ്ററേഷ്യ സ്പീഷീസിലുള്ള ചില ആളുകളാണ്, സം സ്പീഷീസ് ഓഫ് ആസ്റ്ററേഷ്യ. അതുപോലെ തന്നെ ഗ്രാസസും എന്ത് കാണിക്കുന്നുണ്ട്? എപ്പോമിക്സിസ് കാണിക്കുന്നുണ്ട്. സോ എപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യാണ് ചെയ്യുക. അത് കാണിക്കുക ചില സ്പീഷീസ് ഓഫ് ആസ്റ്ററേഷ്യകളും അതുപോലെ ഗ്രാസസും ആണ്. ഇനി ഈ എപ്പോമിക്സിസിൽ ആരാണ് എംബ്രിയോ ആയി മാറുന്നത്? ഏതോ ഒരു സ്ട്രക്ചർ നേരിട്ട് എംബ്രിയോ ആയി മാറുകയാണെന്നല്ല നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അതാരാന്ന് പറയണ്ടേ? ചില സ്പീഷീസിൽ, സം സ്പീഷീസിൽ ഡിപ്ലോയിഡ് എക്സെൽ കണ്ടോ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള എക്സെല് ഈസ് ഫോംഡ് വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ. ആ ഡിപ്ലോയിഡ് എക്സെല് റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെയാണ് ഉണ്ടാവുക. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുക. അപ്പോൾ കുട്ടിക്ക് ഇവിടെ ഡൗട്ട് ഉണ്ട്. ഈ എപ്പോമിക്സിസ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുകയാണ്, അതിലൊരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള എക്സെല് നേരിട്ട് എംബ്രിയോ ആയി മാറുമ്പോൾ ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവും, അപ്പോൾ ഒവ്യൂൾ സീഡാവും, ആ ടൈപ്പ് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാധാരണ എഗ്ഗ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് അല്ലേ? ഇവിടെ എങ്ങനെയാണ് എഗ്ഗ് ഡിപ്ലോയിഡ് എഗ്ഗ് എന്ന് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ്? എടാ, നമുക്കറിയാം മെഗാസ്പോർ മദർ സെല്ലിന് നോക്കിക്കോണേ, മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിക്കുമ്പോൾ 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. മെഗാസ്പോർ മദർ സെല്ല് 2n ആണ്, ഉണ്ടാവുന്ന മെഗാസ്പോറുകൾ n ആണ്. ഈ മെഗാസ്പോറുകളിൽ 3 ഡീജനറേറ്റ് ചെയ്യും. ഒരു സിംഗിൾ ഫങ്ഷണൽ മെഗാസ്പോറാണ് അവിടെ ഉണ്ടാവുക, ഹാപ്ലോയിഡ് ആയിട്ടുള്ള.
ഈ സിംഗിൾ ഫങ്ഷണൽ മെഗാസ്പോർ ആണ് എന്ത് ചെയ്യുന്നത്, മോണോസ്പോറിക് ഡെവലപ്മെൻറ്റിന് പോയിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോസാക്ക് ആയി മാറുന്നത് നമുക്കറിയാം. അപ്പോൾ അവിടെയാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ് ഉണ്ടാവുക. ഇതൊക്കെയാണല്ലോ. ഒരു മെഗാസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷനായ മിയോസിസിന് പോകുമ്പോൾ 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. 3 ഡീജനറേറ്റ് ചെയ്യും, ഒരാൾ മാത്രം ഫങ്ഷണൽ ആയിരിക്കും. ആ ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഹാപ്ലോയിഡ് ആയുള്ള എംബ്രിയോസാക്ക് ഉണ്ടാവുക. ആ എംബ്രിയോസാക്കിൽ ഉണ്ടാവുന്ന എഗ്ഗാണ് ഹാപ്ലോയിഡ് എഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ എപ്പോമിക്സിസ് കാണിക്കുന്ന പ്ലാന്റുകളിൽ എന്താ സംഭവിക്കുക, ഈ മെഗാസ്പോർ മദർ സെൽ എന്തിനു പോകില്ല, ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോകില്ല, റിഡക്ഷൻ ഡിവിഷന് പോകില്ല. അതിൻ്റെ അർത്ഥം അത് എന്തിനു പോയി എന്നാണ്, മൈറ്റോസിസിന് പോകും. മൈറ്റോസിന് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള കുറേ സെല്ലുകളായിട്ട് മാറും. ഇത് ഡിപ്ലോയിഡ് അല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള കുറേ സെല്ലുകളാണ് ഉണ്ടാവുക. ഈ ഡിപ്ലോയിഡ് സെല്ലുകളിൽ നിന്നാണ് എന്തുണ്ടാവുക, എംബ്രിയോസാക്ക് ഉണ്ടാവുക. അപ്പോൾ അതിലുണ്ടാവുന്ന എഗ് എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. കണ്ടോ, അപ്പോൾ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ഡിപ്ലോയിഡ് എഗ് ഫെർട്ടിലൈസേഷൻ നിൽക്കില്ല, അത് നേരിട്ട് എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവും, അപ്പോൾ ഒവ്യൂള് സീഡാവും. കണ്ടോ, ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടായി. ഇങ്ങനെയാണ് ഈ സംഭവം പറയുന്നത്. അപ്പോമിക്സിസ് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ അപ്പോമിക്സിസിൽ ഡിപ്ലോയിഡ് എക്സെല് ഫോംഡ് വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷനാണ് അത് ഉണ്ടാവുക. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുക, ഒരു എംബ്രിയോ ആയിട്ട് മാറുക. അപ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവും. അപ്പോൾ അപ്പോമിക്സിസ് എന്താ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ആരാണ് കാണിക്കുക എന്ന് പറഞ്ഞു, ആരാണ് എംബ്രിയോ ആയി മാറുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ രണ്ടാമത്തെ ഒരു ടേമാണ് നമുക്ക് പഠിക്കാനുള്ളത്, പോളി എംബ്രിയോണി. എന്താണ് പോളി എംബ്രിയോണി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ. പോളി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, എംബ്രിയോ എന്ന് പറഞ്ഞാൽ എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എംബ്രിയോ, ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുക. ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. കണ്ടോ, ഒരു സീഡിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു എംബ്രിയോ, ഇതാണ് ഒരു സീഡ് എന്ന് വിചാരിക്കുക. ഒരു സീഡിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു എംബ്രിയോൺ ഉണ്ടാവുക. അപ്പോൾ ആ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലാന്റാണ് പുറത്തേക്ക് വരിക. പക്ഷേ ചില സ്പീഷീസിൻ്റെ ഒരു സീഡിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കുഴപ്പം എന്താ, ആ പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ, ആ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ എത്ര എംബ്രിയോണുള്ള അത്രയും പ്ലാന്റുകൾ പുറത്തേക്ക് വരും. സോ നോക്കിക്കേ, ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. ഇത് നിങ്ങൾ സിട്രസുമായിട്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറയുന്നുണ്ട്. സിട്രസ് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കരുത്, അതൊരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് സീഡുകൾ ഉള്ളതാണ്. വാട്ടർമെലണൊക്കെ, പപ്പായ, അതൊക്കെ ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് സീഡുകൾ ഉള്ളതാണ്, അഥവാ ഒരു ഓവറിയിൽ ഒരുപാട് ഒവ്യൂളുകൾ ഉള്ളതാണ്. ഇവിടെ നമ്മൾ പറയണേ ഒരു സീഡിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവണതിനെ പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. നോക്കിക്കേ, ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, അതിനെ പറയുന്ന പേരാണ് പോളി എംബ്രിയോണി എന്നാണ് വിളിക്കുക. ഇനി പോളി എംബ്രിയോണി കാണിക്കുന്നത് ആരൊക്കെ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്ന നീറ്റ് ക്വസ്റ്റ്യൻ. സിട്രസും മാംഗോയിലാണ് പോളി എംബ്രിയോണി ഉള്ളത്. സിട്രസിലും മാംഗോയിലാണ് പോളി എംബ്രിയോണി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി ഇവരിൽ എന്താ സംഭവിക്കുക, ഈ ന്യൂസെല്ലാർ സെല്ലുകളാണ് നിങ്ങൾ ഈ കാണുന്നത്, മൊത്തം ന്യൂസെല്ലാർ സെല്ലുകളാണ്. ഈ ന്യൂസെല്ലാർ സെല്ലുകളുടെ ഉള്ളിലാണ് ആരിയ്ക്കുക, എംബ്രിയോസാക്ക് ഇരിക്കുന്നുണ്ടാവുക. ന്യൂസെല്ലാർ സെല്ലിൻ്റെ ഉള്ളിലാണല്ലോ എംബ്രിയോസാക്ക് ഇരിക്കുക. ആ എംബ്രിയോസാക്കിൻ്റെ ചുറ്റുമുള്ള ന്യൂസെല്ലാർ സെല്ലുകളിൽ ചില സെല്ലുകൾ എന്ത് ചെയ്യുന്നറിയോ, ഈ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് കയറും, തള്ളി അങ്ങോട്ട് കയറും. നോക്കിക്കേ, ഈ സിട്രസിലും മാംഗോയിലൊക്കെ അവരുടെ ന്യൂസെല്ലാർ സെൽ സറൗണ്ടിങ് ദ എംബ്രിയോസാക്കിൻ്റെ ചുറ്റുമുള്ള ന്യൂസെല്ലാർ സെല്ലുകളിൽ ചില ഡിപ്ലോയിഡ് ആയുള്ള ന്യൂസെല്ലാർ സെല്ലുകൾ പ്രൊട്രൂഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തിട്ട് നേരെ എന്തായിട്ട് മാറും, മെച്യൂർഡ് എംബ്രിയോസ് ആയിട്ട് മാറും. സോ നോക്കൂ, ഇതാണ് നമ്മുടെ എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്തിരിക്കുന്ന ന്യൂസെല്ലാർ സെല്ലുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് കയറും. അപ്പോൾ ഒരു എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ ന്യൂസെല്ലാർ സെല്ലുകൾ എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഒരു സീഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പോളി എംബ്രിയോണി എന്ന് പറയാം. സോ കൃത്യമായിട്ട് മനസ്സിലായി. ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, അതിനെ പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. സിട്രസിലും മാംഗോയിലാണ് അത് കാണിക്കുക. സിട്രസിലും മാംഗോയിലും ന്യൂസെല്ലാർ സെല്ലുകൾ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു, എന്നിട്ട് അവർ എംബ്രിയോ ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരു സീഡിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്നു. അതാണ് പോളി എംബ്രിയോണി. സോ ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് 2 ക്വസ്റ്റ്യനും കൂടി തരാം. അതിൻ്റെ ആൻസർ മക്കൾ താഴെ കമൻറ്റ് ചെയ്യണം.